അല്ലാമ ഇബ്നു ഇസ്ഹാഖ് എന്നവര് ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം അറബികളായ തുർക്കികൾ, അതായത് ബാബിലോണിയക്കാരുടെ രാജാവാണ്. അറബികളായ റോമക്കാരെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നാട്ടുകാർ, അതായത് ഇന്നത്തെ തുർക്കിയുടെ ഭാഗം, തുർക്കിയുടെ ഷാംലി ഉറുഫ, ഇറാഖിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം, അവിടുത്തെ ഒരു വലിയ രാജാവായിരുന്നു ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി. അദ്ദേഹം മുസ്ലിമായി. ഇസ്ലാം സ്വീകരിച്ചപ്പോഴേ നാട്ടുകാരൊക്കെ വളഞ്ഞിട്ട് പിടിച്ചു. ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. മഹാനവറുകളെ കുരിശിൽ തറച്ചു. അന്നത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞാൽ. ഈസാ നബിയെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങൾ ഇല്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ വമാ സ്വലബൂഹു വമാ ഖതലൂഹു, ഈസാ നബിയെ അവർ കൊല്ലുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല, അത് മറ്റൊരാളായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഏതായിരുന്നാലും മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമിയെ കുരിശിൽ തറച്ചു വെച്ചു. അവര് അമ്പെയ്തിങ്ങനെ അമ്പ് പിടിച്ചു. ഇപ്പൊ വെക്കുമെന്ന് പറഞ്ഞിട്ട്, തോക്കില്ലാത്തതുകൊണ്ട് അന്ന് അമ്പല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തോക്ക് പിടിച്ചിട്ടുണ്ടാവും. അമ്പെയ്ത് പിടിച്ചു, ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആർക്കെങ്കിലും പാട്ട് വരുമോ, ബൈത്ത് വരുമോ ചൊല്ലാൻ? അതും ആ സമയത്ത് ഉണ്ടാക്കി ചൊല്ലുക, പേടിച്ചിട്ട് പറയാൻ നാവുണ്ടാവോ? മഹാനായ ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി തങ്ങള് ചില കവിതകൾ ചൊല്ലിയ നേരത്ത്. അതാണ് അത്ഭുതം. എങ്ങനെ ആ ഒരു രംഗത്ത് നിൽക്കും? മരിക്കണം എന്ന് ആർക്കും ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ജീവിതം ഇഷ്ടമല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞു നമുക്കൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത് അതിലും വലിയൊരു ത്യാഗമാണ്. ആ ത്യാഗത്തിന് സന്നദ്ധത കാണിക്കുന്നവർക്ക് റബ്ബ് തആല വലിയ മഹത്വം കൊടുക്കുകയാണ്. അവരാണ് ശുഹദാക്കള്. അവർക്കല്ല ഷഫാഅത്ത് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുകയാണ്. മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചില കവിതകൾ ചൊല്ലുന്നു. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി, മുസ്ലിമീങ്ങളായ നേതാക്കന്മാരോട് മുഴുവനും നിങ്ങൾ അറിയിച്ചു കൊടുക്കണമേ. ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി, ഞാനിവിടെ നിൽക്കുന്ന കുരിശിലാണ് എന്നെ പിടിച്ചു തറച്ചിരിക്കുന്നത്. എൻ്റെ എല്ലുകളും എൻ്റെ ശരീരവും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എൻ്റെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറയണമേ. കവിത ചൊല്ലുകയാണ് മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി റളിയല്ലാഹു അൻഹു. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി, ഞാൻ പിന്മാറിയിട്ടില്ല. അലാ ഹൽ അതാ സൽമ, അവരുടെ ഭാര്യയാണ് സൽമ. അപ്പം ഭാര്യയോടൊരു കാര്യം പറയാം. ഭാര്യയോട് ചെന്ന് കാണാനും വയ്യില്ല. അപ്പോൾ നിന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ മനഃപ്പാഠമാക്കുകയാണ് ഈ വരികൾ. അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. അലാ ഹൽ അതാ സൽമ ബിഅന്ന ഹലീലഹാ അലാ മാഇ അഫ്റാ ഫൗക ഇഹ്ദർ റവാഹിലി. എൻ്റെ ഭാര്യ സൽമക്കറിയുമോ? അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയത് ഫലസ്തീനിലാണ്. കൊണ്ടുവന്ന് കാരണം അന്നത്തെ റോമൻ ആസ്ഥാനം ജെറൂസലേമാണ്. അവിടെയാണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. അവിടെയുള്ള ഒരു അഫ്രാ തടാകമുണ്ട്. ആ തടാകത്തിന്റെ അരികത്താണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. ആ കഥയാണ് ഭാര്യയോട് പറയാൻ വേണ്ടി പറയാണ്, എൻ്റെ പെണ്ണിനെ അറിയിച്ചു കൊടുക്കിൻ. ഹലീൽ ഭർത്താവിന് പറയുന്ന വാക്കാണ് ഹലീൽ. എന്തേ? അല്ലാഹ് ഹലാലാക്കിയ പുരുഷൻ, അതാണ് ഹലീല്. സൽമയോട് പറയണേ, അവളുടെ ഭർത്താവ് അഫ്റാ തടാകത്തിന്റെ അരികത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണം. നല്ല ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ഈ കുരിശിൽ തറച്ചതിനെ ഒട്ടകപ്പുറത്ത് ഇരിക്കണ പോലെ മഹാൻ കണ്ടത്. ഞാൻ നല്ല ഒട്ടകപ്പുറത്താണ്, ഇപ്പുറത്ത് അഫ്റാ തടാകമുണ്ട്, നല്ലൊരു സ്ഥലത്ത് ടൂറിന് പോയതാന്ന് പറഞ്ഞു കൊടുക്കണേ എൻ്റെ ഭാര്യ സെൽമയോട്, പേടിക്കണ്ടെന്ന് പറയണേ. ഇത് പറയാൻ മാത്രമുള്ള ആത്മധൈര്യം, ജീവനക്കൊതിയുള്ള മനുഷ്യ പ്രകൃതത്തിനപ്പുറത്തേക്ക് മഹാനായ ഈ ത്യാഗീവര്യനായ ഫർവ റളിയല്ലാഹു അൻഹു ചെയ്തതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതും മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ്. യാ അല്ലാഹ്. على ناقة لم يترك الفحل أمها
മുശദ്ദബത്തിൻ അത്റാഫുഹാ ബിൽ മനാജിലി. മുന്തിയ ഒട്ടകപ്പുറത്താണ്, പ്രസവിക്കാത്ത ഒരൊട്ടകമാണ് എൻ്റേത്. ആ ഒട്ടകപ്പുറത്ത് ഞാനിതാ ആഢ്യത്വത്തോടുകൂടെ ഞാനിങ്ങനെ അന്തസ്സിൽ നിൽക്കാണ് എന്നെൻ്റെ ഭാര്യ സൽമയോട് പറയണമേ എന്ന് പറഞ്ഞ് ജീവത്യാഗം ചെയ്ത മഹാനായ ഈ മനുഷ്യൻ ഫർവ റളിയല്ലാഹു അൻഹു. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് ജീവിതം ഒരുമിച്ചിരിക്കൽ ഇഷ്ടമാണ്, സമ്പത്ത് ഇഷ്ടമാണ്, കുടുംബം ഇഷ്ടമാണ്, വീട് ഇഷ്ടമാണ്, ഇതൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ഇതിനേക്കാളും ഖൈർ പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മരിച്ചു പോകാന്ന് ആലോചിച്ച് നോക്കി നമ്മൾ. CH ഹൈദ്രൂസ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, ഉസ്താദ്മാർക്കൊക്കെ അറിയും. നമ്മുടെ പനങ്ങാങ്ങര ഉസ്താദ് വരുന്ന സമയത്തൊക്കെ CH ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. ഉസ്താദ് പത്രം കിട്ടിയാൽ ആദ്യം ചരമകോള വായിക്കുക. ആരൊക്കെയാണെന്ന് മരിച്ചത്, പടച്ചോനെ ആരൊക്കെയാണെന്ന് മരണപ്പെട്ടു പോയത്, അതിങ്ങനെ ഫുള്ള് വായിച്ച് അവർക്ക് വേണ്ടിയൊക്കെ അത് ആയിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി ന്യൂസൊക്കെ നോക്കുകയുള്ളൂ. അപ്പോൾ ഉസ്താദിൻ്റെ പത്രവായന കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ എടുത്ത് വായിക്കും. നമ്മുടെ ഷാജഹാൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഷാജഹാൻ ഓർമ്മയല്ലേ, ലേബറിൻ്റെ മുമ്പിൽ പത്രത്തിൽ. അപ്പോൾ അന്നൊക്കെ ഒരാൾ മരിച്ചു, വയസ്സ് 45 എന്ന് കാണുമ്പോൾ അത്യാവശ്യം സമയമായിക്കണല്ലോ, 45ഒക്കെ ആയില്ലേ. ഇപ്പം ആലോചിക്കുക, പഠിച്ചോനെ അതൊക്കെ വളരെ നേരത്തെയാണല്ലോ. 45 വയസ്സായിട്ടില്ലല്ലോ റബ്ബേ. ഒരു 60 ആണെങ്കിൽ തന്നെ ഇപ്പോൾ ആവുന്നല്ലേ ഉള്ളൂ. അന്നേരം 30-35 മരിച്ചു. അൽഹംദുലില്ലാഹ് 35 ജീവിച്ചില്ലേ. പക്ഷെ നമുക്കൊരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ ആ വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ പഠിച്ചോനെ സമയമായിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളിയും പുതുണ്ണുമായിട്ട് നടന്ന് പൂതി തീർന്നിട്ടില്ല, അപ്പോഴേക്കും കുട്ടിനെ കെട്ടിക്കാനായി അല്ലേ, അമ്മോശനായി. ഇത്രയേ ഉള്ളൂ ജീവിതം. ഇതുകൊണ്ടാണ് ദുന്യാവ് വഞ്ചിക്കുന്ന സ്ഥലം പറയുന്നത്. പൂതി തീരൂല, അതാ ദുന്യാവിൻ്റെ അവസ്ഥ. നമുക്ക് മതി വരൂല. 6000 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നൊരു രാജാവിൻ്റെ കഥയുണ്ട് ചരിത്രത്തിൽ. ഇബ്നു കസീർ എന്നവർ ഉദ്ധരിച്ചിട്ടുണ്ട്. 6000 അടിമ പെണ്ണുങ്ങൾ. ഇപ്പോൾ ഒരു പെണ്ണിട്ട് 2 പെണ്ണിട്ടാൻ പൂതിയില്ല, 3 കെട്ടാനും 4 ഷറയുള്ളതല്ലേ പെണ്ണെ എന്നൊക്കെ പറഞ്ഞ് ആ വേദമൊക്കെ വേണമെങ്കിൽ പെണ്ണ് കേൾപ്പിച്ചു കൊടുത്ത് കുറേ സോപ്പിടാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറയട്ടെ, നിങ്ങൾ 4 കെട്ടിയാലും പൂതി തീരൂല. അത് പിന്നെ 1 ഒഴിവാക്കി ഞാൻ 5ാമത്തെ 4 പറ്റുള്ളൂ ഒരു നേരത്തെ. അപ്പോൾ 1 തൊലാക്കല്ലിട്ടെങ്കിലും പിന്നെ 1 കല്യാണം കഴിച്ചാലോ. 6000 അടിമ സ്ത്രീകളെ അവരുമായി ഉടമസ്ഥന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ ശറഅ് ജായിസാക്കിയ വിഷയമാണ്. അത് ഇപ്പം ഇങ്ങനെ അസ്വീകരിച്ചിട്ട് കാര്യമില്ല, അത് എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞു. ഇപ്പം ഭയങ്കര ചർച്ച നടക്കും യുക്തിവാദികളുടെ പേജിലൊക്കെ. ഇന്ന് മിണ്ടാണ്ടിരുന്നൂടെ, കുട്ടികളെ കഴിഞ്ഞു പോയ കാലല്ലേ അത്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അന്നത്തെ ന്യായവും അന്നത്തെ യുക്തിയും അതിനനുബന്ധമാണ്. കാരണം അവർക്ക് ഒരു കുഞ്ഞു ജനിച്ചാൽ ഉടനെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. പക്ഷെ കുഞ്ഞു ജനിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യമാണ്. ഉമ്മ വലതെന്ന് അവനെ പറയാം. ഒരുപാട് അതിൻ്റെ പോസിറ്റീവ് സൈഡുകളുണ്ട്, ഇരിക്കട്ടെ. ഈ രാജാവ് ഇത്രയധികം അടിമപ്പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് മരിക്കണ സമയത്ത് എനിക്കിപ്പോഴും പൂതി തീർന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ ആളാ. അതുകൊണ്ട് ഉലമാ രേഖപ്പെടുത്താണ്, മക്കളെ ദുന്യാവ് പൂതി തീരൂല, ഇതിങ്ങനത്തെ ഒരു ലോകമാണ്. അദ്ദുന്യ മതാഉൽ ഗുറൂർ. നമ്മൾ വിചാരിക്കും അത് കിട്ടിയാൽ മതി, iPhone 15 കിട്ടിയാൽ എൻ്റെ പൂതി തീരും. അത് 16 ഇറങ്ങുമ്പോൾ അത് കിട്ടേണ്ടി വരും, അപ്പോഴേ പൂതി തീരും. അപ്പോൾ 17 ഇറങ്ങും, പിന്നെ 20 ഇറങ്ങും. ഇതിനൊരു കണക്കൊന്നുമില്ലല്ലോ, എങ്ങനെ പോവല്ലേ. നമ്മൾ വിചാരിക്കും അത് മതി, വേറൊന്നും വേണ്ട. കല്യാണം കഴിക്കാൻ പ്രേമിച്ച് നടക്കുന്നത് എന്താ പറയുക പെണ്ണിനോട്? ചില പെൺകുട്ടികളൊക്കെ പെട്ടുപോകലാണ്. നീ ഇല്ല ഞാൻ മരിക്കൂട്ടോ എന്ന്. അപ്പോൾ ഈ പെണ്ണിന് പാവം പഠിച്ചോൻ, ആ ചക്കൻ മരിച്ചാൽ പണിയാവുമല്ലോ. അങ്ങനെ തലവെച്ച് കൊടുക്കുകയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. അപ്പം പിന്നെ അവരൊരുമിച്ച് എങ്ങനെയെങ്കിലും പ്രശ്നവും കച്ചറൊക്കെ കൂടിയിട്ടാണെങ്കിലും അവസാനം നിക്കാഹ് നടക്കും. അവർ 6 മാസം കഴിഞ്ഞാൽ അവൻ്റെ ആവേശം തീർന്നു. പിന്നെ വേറൊരുത്തിനെ കാണും, അപ്പോൾ അവളൊപ്പം പോവും. അപ്പോൾ അവൾ വടിയായി. എന്തേ? ഇവന് തോന്നാണ് ഈ ഒരുത്തി മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരാൻ കഴിയുള്ളൂ, ഇവളെ കിട്ടിയാൽ ഞാൻ വിജയിച്ചു. അതൊരു തോന്നലാണ്. അത് കിട്ടുമ്പോഴേക്കും ഇതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആഗ്രഹം, അത് നിയന്ത്രിക്കാനുള്ള തഖ്വയും ചിന്തയും അറിവും വിവരവും ദീനീ ബോധവും ഇല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ കഴിയൂല. സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ, കോളേജ് ഗ്രൂപ്പുകൾ, 10ാം ബാച്ച്, 12ാം ക്ലാസ് ബാച്ച്. സർവ്വ കുടുംബിനികൾക്കും തലവേദനയായ വിഷയം അതാ. ഭർത്താവ് ആ ഗ്രൂപ്പിലുണ്ടോ? പഠിച്ചോനെ എൻ്റെ ഭർത്താവാണ് ആള്.
അതിഞ്ഞ് വല്ല കമ്പനിയായി പോകുമോ? ആ ഗ്രൂപ്പിൽ നിന്ന് മാറി പിന്നെ പ്രൈവറ്റ് ചാറ്റിലേക്ക് പോകുമോ? അങ്ങനെ എത്ര പോയി, എത്ര കുട്ടികളെ ജീവിതം കൊളായി. സ്കൂൾ ബാച്ച് ഉണ്ടാക്കിയതാ. അപ്പോൾ നമുക്ക് ഈ മനുഷ്യൻ്റെ സ്വതസിദ്ധമായ പ്രകൃതത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ശറ ഇടപെടുക. ഫിത്രത്തിൽ ശറ ഇടപെടുന്നത് അങ്ങനെയാണ്. നിങ്ങളിതിനെ നിയന്ത്രിക്കണം. ഫിത്രത്തല്ലാഹ്, ഫിത്രത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ ഫിത്രത്താണ്. അതിനെ നിങ്ങൾ അമലു സ്വാലിഹാത്ത് കൊണ്ട് പരിപോഷിപ്പിക്കണം. നാളെ പരലോകത്ത് മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂ, പരിപൂർണമായ സന്തോഷം, ഇൻഫിനിറ്റ് അൺലിമിറ്റഡ് സന്തോഷം ദുനിയാവിൽ കിട്ടൂല. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഷവർമ തന്നെ പുതിയ കുട്ടികളുണ്ട്, അത് ഒരു 2 ആഴ്ച വാങ്ങിച്ചു കൊടുത്ത് നോക്കി, പിന്നെ മതി എന്ന് പറയും. 2 ആഴ്ച പിന്നെ 2 മാസം 2 കൊല്ലം കൂട്ടാന്നല്ല, എന്നാലും മതി എന്ന് പറയും. മനുഷ്യന് മടുപ്പ് വരൂലേ? മടുപ്പ് വരും. ദുനിയാവ് അങ്ങനെയാണ്. മതാഉൽ ഖുറൂർ. നമ്മൾ വിചാരിക്കും എനിക്ക് അത് കിട്ടിയാൽ മതി, അങ്ങനെയൊന്നുമില്ല. വാഹനം, ഇതൊക്കെ ഭയങ്കര ക്രൈസല്ലേ, വണ്ടിയെക്കുറിച്ച് ഭയങ്കര ക്രൈസാണ്. ആ വണ്ടി കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വണ്ടി പുതിയ മോഡൽ ഇറങ്ങി നോക്കണ്ടേ? അപ്പോൾ ഈ വണ്ടി മഞ്ഞയായി, പിന്നെ അത് പച്ചയാണ്, അപ്പോൾ അത് വേണമെന്നായി. അദ്ദുന്യാ മതാഉൽ ഖുറൂർ പറഞ്ഞു അല്ലാഹു പറയാണ്, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. ഈ ലോകത്ത് ബിസിനസ് നടക്കണം, ക്രയവിക്രയങ്ങൾ നടക്കണം. ഇതിന് അല്ലാഹു ചെയ്യുന്ന ചില പണികളാണിത്. ഇതിവിടെ ദുന്യാവിന്റെ ചരക്കാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ശൈത്വാന കഅദ ലിബ്നി ആദം ബിഅത്റുഖിഹി. മനുഷ്യൻ പോകുന്ന വഴികളിലെല്ലാം പിശാച് ചെന്നിരുന്നു. മനുഷ്യൻ പോകുന്ന വഴികളിൽ പിശാച് ചെന്നിരുന്നു. വളരെ മനോഹരമായ ഒരു ഹദീസാണ്. മഹാനായ സബ്റത്ത് ഇബ്നുൽ ഫാഖഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നിബിധങ്ങളിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഇസ്വാബയിൽ ഇസ്നാദുഹു ഹസനുൻ, അങ്ങനത്തെ ഒരു ഹദീസാണിത്. മനുഷ്യന്റെ വഴികളിൽ പിശാച് വന്നിരുന്നു. ഫഖാല ലഹു, മനുഷ്യനോട് പിശാച് പറയുന്നു, തുസ്ലിം വതദറു ദീനക വദീന ആബായിക വആബാഇ അബീക്. മുസ്ലിമല്ലാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഭയങ്കര ത്യാഗമാണ്. ഞാൻ പറയട്ടെ മുഅ്മിനെ, ഈമാനിൻ്റെ മധുരമൊക്കെ അറിയുന്നത് നമ്മളല്ല. ജനിച്ചപ്പോഴേ വീട്ടിൽ വണ്ടിയുള്ള ഒരാൾക്ക് അതിൻ്റെ രസം അറിയില്ല. ജനിച്ചപ്പോഴേ വീട്ടിൽ ഭക്ഷണമുണ്ട്, അവർക്ക് ഭക്ഷണത്തിൻ്റെ രുചി അറിയില്ല. പട്ടിണി കിടന്നിട്ട് കിട്ടുമ്പോഴേ അറിയുള്ളൂ. ഇസ്ലാം ജീവിതത്തിലേക്ക് ഒരു തത്വസംഹിതയായി സ്വീകരിക്കുന്ന, ഇസ്ലാം പുൽകുന്ന അമുസ്ലിമീങ്ങളായിരുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്ന ഈമാനിൻ്റെ മധുരം നമുക്കതിൻ്റെ 1000-1 കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇല്ല എന്നാണ്. അവരനുഭവിക്കുന്ന ആനന്ദം വലുതാണ്. എന്തേ? വലിയൊരു കടമ്പയാണ് അവർ കടന്നു വരുന്നത്. പിശാച് പറയാൻ, തുസ്ലിമു, ഈ മുസ്ലിം ആവാണല്ലേ, വതദറു ദീനക, നിന്റെ മതം നീ ഉപേക്ഷിക്കേ, വദീന ആബായിക്, നിന്റെ വാപ്പമാരുടെ മതം, വആബാഇ അബീക്, നിന്റെ വാപ്പയുടെ വാപ്പമാർ, അവരൊക്കെ ആചരിച്ചു പോകുന്ന നമ്മുടെ മതം ഉപേക്ഷിച്ചിട്ട് നീ ഇസ്ലാം സ്വീകരിക്കുകയാണല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഅസ്വാ, പിശാചിന്റെ ഈ ചിന്തകളെ മുഴുവനും വകമറിഞ്ഞ് പിഴുതെടുത്ത് എറിഞ്ഞിട്ട് ഫഅസ്ലം, അവൻ മുസ്ലിമാവുകയുണ്ടായി. അവൻ മുസ്ലിമായി. മുസ്ലിമാവുന്നത് എളുപ്പമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഭീഷണികൾ ഉണ്ടാവും, ഭയങ്കരമായ ഭീഷണികൾ. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത് സത്യമാണ്, ഇത് ധർമ്മമാണ്, ഇതെന്റെ നാളത്തെ വിജയത്തിന്റെ കാരണമാണ് എന്ന് ബോധിക്കുന്ന ഒരാളെ എന്ത് ചെയ്തിട്ടും പിന്തിരിപ്പിക്കാൻ കഴിയും. അത് മനുഷ്യന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. യു മേക്ക് എ ഡിസിഷൻ, നോ വൺ ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ബട്ട് യു. അത് നിങ്ങൾ ഉറച്ചെടുക്കുന്ന തീരുമാനം, അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം വലുത് തന്നെയാണ്.